ഹലോ, ഇന്നത്തെ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ കുളിച്ച് റെഡിയായിട്ട് എങ്ങോട്ടേക്കാണെന്നായിരിക്കും അല്ലേ. നമ്മളടുത്തൊരു അമ്പലമുണ്ട് കേട്ടോ, തൊട്ടടുത്താണ് ഒരു ശിവൻ്റെ അമ്പലം. അപ്പോൾ അവിടെ ഇന്ന് പിന്നെ ചേച്ചീൻ്റെ മോളെ നക്ഷത്രം ആയതുകൊണ്ട് തന്നെ നമ്മളെ വക നിറമാല അങ്ങനെയെല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങോട്ടേക്ക് പോകാമെന്ന് ഞാനും അമ്മയും കൂടിയിട്ടാണ് പോകുന്നത് കേട്ടോ. തൊട്ടടുത്ത് തന്നെയാണ്. ഞാൻ ഇതാ ഏട്ടൻ്റെ വീട്ടിൽ വന്നു കേട്ടോ, ഹസ്ബൻഡ് വീട്ടിലാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇനി കുറച്ച് ദിവസത്തേക്ക് അമ്മേനെ എൻ്റെ വീഡിയോയിൽ കാണൂല. അങ്ങ് പോയിട്ടാകുമ്പോൾ അമ്മയായിട്ടുള്ള വീഡിയോ ചെയ്യും കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ ഏട്ടൻ്റെ അമ്മ. അപ്പോൾ നമ്മൾ അമ്പലത്തിലേക്ക് പോകാമെന്ന്. തൊട്ടടുത്താണല്ലോ അമ്മ, ഈ വീടിൻ്റെ അപ്പുറത്ത് തന്നെ തൊട്ടടുത്താണ്. അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞു നൂനിങ്കാവ് ശിവക്ഷേത്രം. അതെ, രണ്ടാം കൊട്ടിയൂർ എന്നാ പറയാ. നല്ല അമ്പലമാണ് കേട്ടോ. പിന്നെ അടുത്ത് തന്നെയാണ്. അവിടെ പാട്ട് വെച്ചാൽ നമ്മളെ വീട്ടിൽ അടുത്തുനിന്ന് കേൾക്കും. പിന്നെ ഇന്ന് ചേച്ചീൻ്റെ മോളെ നക്ഷത്രം ആയതുകൊണ്ട് തന്നെ പിന്നെ എന്നാ നിറമാലി, പിന്നെ നമ്മൾ ചുറ്റുവിളക്കും നമ്മളെ വകയാണ്. അപ്പോൾ ഞാൻ ഇന്ന് ഓഫ് എടുത്തു, ഡ്യൂട്ടി ഇല്ല. അപ്പോൾ ഓഫ് എടുത്തുകൊണ്ട് തന്നെ വേഗം തന്നെ റെഡി ആയിട്ട് പോവുകയെന്ന്. അപ്പോൾ നമ്മൾ അമ്പലത്തിൽ പോയിട്ടുള്ള വിശേഷം കാണാം കേട്ടോ. നമ്മളിങ്ങനെ വണ്ടി എടുത്തിട്ട് പോക്കുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ റോഡിലേ പോകണം, കുറച്ച് വളഞ്ഞിട്ട് പോകണം. ഇങ്ങനെയാകുമ്പോൾ ഒരു വീട് കഴിഞ്ഞാൽ അപ്പം തന്നെ അമ്പലത്തി. അപ്പം അമ്മ ഇത് നടക്കുന്നുണ്ട്. പിന്നെ ഇത് മാമൻ്റെ വീടാണ് കേട്ടോ. മാമനെല്ലാം വ്ളോഗിൽ കാണിക്കണം, ഞാൻ വരും. മാമിയും മാമനും അമ്മും എല്ലാം ഉണ്ട് ഇവിടെ. അപ്പോൾ എല്ലാവരും കാണിച്ചു തരും കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ നൂനിൻകാവ് ശിവക്ഷേത്രം. അവിടെ നിന്ന് തിരുവാതിരേൻ്റെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് കുറേ ആൾക്കാർ. അതായത് പിന്നെ ശിവരാത്രി സമയത്ത് അതെ, ശിവരാത്രി 26-ന് ഇവിടെ ഭയങ്കര ഉത്സവമാണ് കേട്ടോ, നല്ല ആഘോഷമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടുന്ന് ഡാൻസ് എല്ലാം പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഞാൻ അമ്പലം കാണിച്ചു തരാം. താമ നടക്കുന്നുണ്ട്. ഇപ്പോൾ കണ്ട ഇതാണ് കേട്ടോ അമ്പലം. നല്ല അടിപൊളി കുളമുണ്ട് കേട്ടോ. ഇതാണ് കേട്ടോ നൂനിൻകാവ് ശിവക്ഷേത്രം. ഇതാ പ്രസാദം കിട്ടിയിട്ടുണ്ട് കേട്ടോ, നല്ല ചന്ദനം. അപ്പോൾ ഇതാ നമ്മൾ ചുറ്റിലും വിളക്കെല്ലാം കത്തിച്ചേട്ടാ ചുറ്റിലും. ഞാൻ ആദ്യമായിട്ടാട്ടാ ഇങ്ങനെ ചുറ്റുവിളക്ക് കത്തിക്കുന്നത്. നമ്മളെ അമ്പലത്തിൽ കത്തിക്കലുണ്ടായിരുന്നു പാവന്നൂർ, പക്ഷെ ഇതുപോലെ ഇങ്ങനെ കത്തിച്ചിട്ടില്ല ഇതുവരെ. ഇത് ആദ്യമായിട്ടാണ്. നല്ല അമ്പലം കേട്ടോ. നമ്മൾ തൊഴുതു കേട്ടോ. അപ്പോൾ ഇത് മാമൻ്റെ മോളാണല്ലേ. പേര് പറഞ്ഞു കൊടുക്ക്. തന്മയ എന്ന പേര് നമ്മൾ അമ്മൂന്നാ വിളിക്കുന്നത് കേട്ടോ. അപ്പോൾ വരും ശിവരാത്രിക്ക് ഡാൻസെല്ലാം പഠിക്കുന്നുണ്ടല്ലേ. ഇപ്പോൾ നമ്മളിതാ അമ്പലത്തിൽ പോയിട്ട് വന്നു. ഒരുപാട് പ്രസാദം, അതെ പ്രസാദമെല്ലാം ഉണ്ട് കേട്ടോ. ഇത് മറ്റേ നിറമാലേൻ്റെയാ? നിറമാലേൻ്റെ പ്രസാദമെല്ലാം കിട്ടി. പിന്നെ ഉണ്ണിയപ്പവും പായസമെല്ലാം ഉണ്ട്, ഞാൻ കാണിച്ചരേ. കണ്ടോ, ചുറ്റുവിളക്കിൻ്റെ ഉണ്ണിയപ്പം. അതെ, ചുറ്റുവിളക്കിൻ്റെ കുഞ്ഞു ഉണ്ണിയപ്പം കേട്ടോ. പിന്നെ ഇതാ പായസം, കട്ടപ്പായസം ഇഷ്ടമുള്ള ആരാന്നൊന്ന് കമൻറ്റ് ചെയ്യണേ.
ഹായ് പറഞ്ഞു. അപ്പോൾ നമ്മളിതാ അമ്പലത്തിലെല്ലാം പോയി വന്നു കേട്ടോ. ഈ ഡ്രസ്സ് എങ്ങനെയുണ്ട്? പിന്നെ കാവ്യേച്ചിൻ്റെ കല്യാണത്തിന്, എൻ്റെ ചേച്ചീൻ്റെ കല്യാണത്തിൻ്റെ സമയത്ത് അടിച്ചതാണ്. പിന്നെ ഇങ്ങനെ അമ്പലത്തിലെല്ലാം പോകുമ്പോഴല്ലേ ഇങ്ങനത്തെ ഡ്രസ്സെല്ലാം ഇടുള്ളൂ. അപ്പോൾ വീട്ടിൽ ഇന്ന് പാവനൂരിൽ നിന്ന് ഇങ്ങോട്ട് വന്നുകൊണ്ട് അമ്മേനെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നു കേട്ടോ. കാരണം അമ്മയായിട്ട് തന്നെയല്ലേ ഫുൾ ടൈം. ഞാനങ്ങനെ അമ്മേനെ വിട്ട് നിൽക്കലേ ഇല്ല. കല്യാണം കഴിഞ്ഞിട്ടാണ് ശരിക്കും ഫസ്റ്റ് ടൈം നിന്നത്. പിന്നെ ഹോസ്റ്റലിൽ കുറച്ച് നാൾ നിന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്തെല്ലാം അമ്മ എന്നെ ഒരു 3 ദിവസം കൂടുമ്പോൾ എങ്ങനെയും കാണാൻ വരും. ചേച്ചി ഇങ്ങനെ പുറത്തെല്ലാം നിന്ന് പഠിച്ച് ഇപ്പോൾ പുറത്ത് അബുദാബിയിലാണ് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് ഒക്കെ വലിയ കുഴപ്പമില്ല. പക്ഷെ ഞാനും അമ്മയായിട്ട് വിട്ട് നിൽക്കലേ ഇല്ല. അമ്മക്കും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇവിടുന്നിപ്പോൾ ഞാൻ അങ്ങോട്ടോ വീടുന്ന അമ്മക്കും അച്ഛനും ഭയങ്കര വിഷമമാണ്. ഇവിടെയും വേറെ ആരുമില്ല, അമ്മയും അച്ഛനും മാത്രമേ ഉള്ളൂ. ചേച്ചി ദുബായിലാണ്, പിന്നെ ഏട്ടനും നാട്ടിലില്ലല്ലോ. അപ്പോൾ അമ്മ ഇപ്പോൾ വിളിച്ചിട്ട് പറഞ്ഞു, മോളെ ഞാൻ വീഡിയോ കാണാത്തതെന്നെല്ലാം ചോദിക്കുന്നുണ്ട് ലേറ്റ് ആകുമ്പോൾ. അപ്പോൾ നിങ്ങൾക്ക് അമ്മേനെ മിസ് ചെയ്യായിരിക്കും എന്ന് എനിക്കറിയാം കേട്ടോ. അങ്ങ് പോയിട്ടാകുമ്പം അമ്മയായിട്ടുള്ള വീഡിയോ ഇടും, ഈ പോയിട്ട് അമ്മയായിട്ടുള്ള വീഡിയോ ഇടും കേട്ടോ. അപ്പം ഇത് അമ്പലത്തിൽ പോയി വന്നിട്ട് കിട്ടിയ ഉണ്ണിയപ്പില്ലേ, കുഞ്ഞുണ്ണിയപ്പം. പൊതുവെ എനിക്ക് ഉണ്ണിയപ്പം ഇഷ്ടമല്ല കേട്ടോ. ഉണ്ണിയപ്പം നെയ്യപ്പം എന്നെല്ലാം പറയും, ഇഷ്ടമല്ല. പക്ഷെ ഇത് നല്ല ടേസ്റ്റ് ഉണ്ട്. കുഞ്ഞാണ്, വീഡിയോയിൽ കാണുമ്പോൾ വലുത് തോന്നുമോ എന്നറിയില്ല, ചെറുതാണ്, നല്ല ടേസ്റ്റ് ഉണ്ട്. ഫുൾ നെയ്യിലുണ്ടാക്കിയോണ്ട് ഭയങ്കര ടേസ്റ്റ് ഉണ്ട്. പിന്നെ കട്ടപ്പായസം, ഞാൻ അതെല്ലാം തിന്നിട്ട് വരാം കേട്ടോ. അപ്പോൾ ഇതാ രാത്രി ആയിട്ടാ, രാത്രി ഫുഡ് കഴിക്കാൻ പോയാൽ നമുക്ക് ചോറ് വേണ്ടെന്ന് പറഞ്ഞിട്ട് ഫ്രൂട്ട്സ് എല്ലാം കൂടി കഴിക്കാമെന്ന് വിചാരിച്ച്. ഒരു ആപ്പിൾ, ഓറഞ്ച്, പഴം, പിന്നെ ഈ ഫ്രൂട്ടിൻ്റെ പേരെന്താണ് നിങ്ങൾ പറയണേ? ഈ ഫ്രൂട്ടിൻ്റെ പേരെന്താണ്? പിന്നെ ഇതാ ഒരു പേരയ്ക്ക കേട്ടോ. ഇത് മൊത്തമൊന്നും ഞാൻ കഴിക്കൂല കേട്ടോ. അതില്ലേ ഉച്ചയ്ക്ക് നമ്മൾ വെജിറ്റബിൾ ബിരിയാണി പോലെയാണ് കഴിച്ചത്. അപ്പോൾ അത് കഴിച്ചുകൊണ്ട് തന്നെ വിശപ്പ് ഒട്ടുമില്ല. പിന്നെ ഇപ്പോൾ അമ്പലത്തിൽ പോയിട്ട് കുറേ ഉണ്ണിയപ്പം കഴിച്ചു ഞാൻ, പിന്നെ പായസമെല്ലാം കഴിച്ച്. അതുകൊണ്ട് പിന്നെ ഇങ്ങനെ കുറച്ച് ഫ്രൂട്ട്സ് എല്ലാം ആക്കിയിട്ട് കാണില്ലേ കഴിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഞാൻ കട്ട് ചെയ്യട്ടെ. കണ്ട, ഞാൻ എല്ലാ ഫ്രൂട്ട്സും കൂടി ഇങ്ങനെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം രാത്രി എനിക്കധികം ഫ്രൂട്ട്സ് എല്ലാം കഴിക്കുന്നതാണ് ഇഷ്ടം. അങ്ങനെ അമ്മയും പിന്നെ വീട്ടിൽ നിന്ന് അമ്മയും ഫ്രൂട്ട്സ് എല്ലാം കഴിക്കുക. അപ്പോൾ പിന്നെ ഇല്ലേ, ഈ ഫ്രൂട്ടിൻ്റെ പേരാരെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇത് ഷുഗറിനെല്ലാം നല്ലതാട്ടോ. ഞാൻ മുന്നേ ധനലക്ഷ്മിയിൽ വർക്ക് ചെയ്യുന്ന സമയത്തെല്ലാം ഞാനിത് ഈ ഫ്രൂട്ട് അധികം മേടിക്കലുണ്ട്. ഇപ്പം കുറച്ചായി. ഇതിപ്പോൾ അച്ഛൻ കൊണ്ടുതന്നെയാണ്. എനിക്ക് ഇതിൻ്റെ പേര് കറക്റ്റ് അറിയില്ല. ആരെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യണേ. എൻ്റെ അടിപൊളി സാധനമെന്ന് പറയുന്നത് കൊളസ്ട്രോളിനും ഷുഗറിനെല്ലാം അടിപൊളിയാണ്. അപ്പം നമുക്ക് ഈ ഫ്രൂട്ട്സ് എല്ലാം കഴിച്ചിട്ട് വരാം. അമ്മ എന്നാ അമ്മേ അമ്മേ മസാല. ഹലോ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബായ്. അപ്പോൾ ഇന്ന് മകരവിളക്കായതുകൊണ്ട് തന്നെ ഒരു അയ്യപ്പൻ്റെ ഭക്തിഗാനം കൂടി പാടിയിട്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുക ചെയ്യുന്നത് കേട്ടോ. തേടി വരും കണ്ണുകളിൽ ഓടിയെത്തും സ്വാമി, തിരുവിളക്കിൻ കതിരുളിൽ കുടിയിരിക്കും സ്വാമി, വാടി വീഴും പൂവുകളിൽ തുയിലുണർത്തും സ്വാമി, വെള്ളിമണി ശ്രീകോവിൽ കാണരുളും സ്വാമി, അയ്യപ്പ സ്വാമി, അയ്യപ്പ സ്വാമി. വിഷ്ണുവും നീ, ശിവനും നീ, ശ്രീമുരുകനും നീ, പരാശക്തിയും നീ, ബുദ്ധനും നീ, അയ്യപ്പ സ്വാമി. കാലവും നീ, പ്രകൃതിയും നീ, കാരണവും നീ, എന്നും കാത്തരുളുക വരമരുളുക
അയ്യപ്പസ്വാമി അഭയമയ്യപ്പസ്വാമി